ദക്ഷിണ കൊറിയയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. റഷ്യയെയും ഉത്തര കൊറിയയെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി ശക്തികളുണ്ട്. അവർ സ്വയം നശിക്കുകയാണോ അതോ തകർന്നു വീഴുകയാണോ ഒന്നും അറിയില്ല. ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നതും ദക്ഷിണ കൊറിയയിലുണ്ടായ പെട്ടെന്നുള്ള പ്രശ്നമാണ്. ഇതിനെ നമുക്ക് പ്രശ്നം എന്ന് വിളിക്കാനാകില്ല. അത് അവരുടെ രാജ്യത്തിന് എതിരായ ഒരു വലിയ മാറ്റം എന്ന് പറയാം. എന്താണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. സൗത്ത് കൊറിയ എന്ന് പറയുമ്പോൾ ആരായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക? തീർച്ചയായും കിം ആയിരിക്കും. യുനേക്കാളും കിം നമ്മുടെ മനസ്സിൽ വരുമെന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല. കാരണം സൗത്ത് കൊറിയ നോർത്ത് കൊറിയ എന്ന പ്രശ്നം കാലാകാലങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നമാണ്. ഉത്തര കൊറിയ കമ്മ്യൂണിസത്തിന്റെ പക്ഷത്താണെങ്കിൽ ദക്ഷിണ കൊറിയ നേരിട്ട് മുതലാളിത്വ പക്ഷത്തിലാണ്. അമേരിക്കൻ ഓറിയന്റഡായി മാറും. ദക്ഷിണ കൊറിയയുടെയും ഉത്തര കൊറിയയുടെയും ഷോർട്ട് ഹിസ്റ്ററി ഇതാണ്. ഈ ചെറിയ ചരിത്രത്തിൽ നിന്നും നമുക്ക് ആരംഭിക്കാം. ഉത്തര കൊറിയ ഭരിക്കുന്നത് കിം ആണ്. അദ്ദേഹം ഒരു ഏകാധിപതിയാണ്. അവരുടെ മുത്തച്ഛൻ, അച്ഛൻ, സഹോദരി, ഇങ്ങനെയുള്ള ഒരു കുടുംബം. ഈ ഉത്തര കൊറിയയെ ഭരിച്ചതും ഈ ഒരു കുടുംബമായിരുന്നു. ആ കുടുംബമാണ് ഉത്തര കൊറിയയിലെ 1-ാം നമ്പർ കുടുംബമെന്നും എല്ലാവർക്കും അറിയാം. ഇനി അവിടെയുള്ള പട്ടാളം, സർക്കാർ ഉദ്യോഗസ്ഥർ, സാധാരണ ജനങ്ങൾ, ഇവർ ഇന്റർനെറ്റിൽ പോലും ദക്ഷിണ കൊറിയയുടെ ഒരു ഫോട്ടോ നോക്കിയാൽ ഉത്തര കൊറിയ അവർക്ക് വധശിക്ഷ നൽകുമോ എന്നുള്ള ഒരു ഭയമല്ല, നൽകുക തന്നെ ചെയ്യും. ഇതൊക്കെ നമ്മെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഉത്തര കൊറിയ ഒരു വലിയ ശക്തിയായി മാറി. ഏത് തരം ശക്തി എന്ന് ചോദിച്ചാൽ റഷ്യയെ പിന്തുണയ്ക്കുകയും യുഎസിനെ നേരിട്ട് എതിർക്കുകയും ചെയ്ത ഒരു രാജ്യം. ലോക ശക്തി എന്നറിയപ്പെടുന്ന അമേരിക്കയ്ക്കെതിരെ വിരൽ ചൂണ്ടിയ ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. തങ്ങളുടെ പക്കൽ ആണവായുധം ഉണ്ട് ഇല്ല ഇങ്ങനെ തുറന്ന് പറയാതെ തന്നെ ഉത്തര കൊറിയയുടെ പക്കൽ ആണവായുധം ഉണ്ട് എന്ന് പറയിപ്പിച്ച ഒരു രാജ്യം. അടുത്തത്, ഒരു രാജ്യം ചുറ്റിവളഞ്ഞാൽ പോലും നമ്മെക്കൊണ്ട് താങ്ങാൻ കഴിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങൾക്കിടയിൽ 3 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ചുറ്റിവളഞ്ഞാൽ പോലും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുന്ന ഒരേ ഒരു രാജ്യം ഉത്തര കൊറിയയാണ്. ഒരു വശത്ത് അമേരിക്ക ചുറ്റി നിൽക്കുന്നു, മറുവശത്ത് ജപ്പാൻ, ഇനി ദക്ഷിണ കൊറിയ. ഇങ്ങനെ എന്ത് സംഭവിച്ചാലും ഇനി ഈ 3 പേർ ഒരുമിച്ച് വന്നാൽ പോലും ഞാൻ കുലുങ്ങത്തേയില്ല. സത്യം പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേയില്ല. ഉത്തര കൊറിയക്കെതിരെ 3 രാജ്യങ്ങളാണ്: ജപ്പാൻ, അമേരിക്ക, ദക്ഷിണ കൊറിയ. ഇവർ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സംയുക്ത അഭ്യാസങ്ങൾ സംഘടിപ്പിക്കും. ലൈവ് ഡ്രിൽസ്, ലൈവ് ഫയറിംഗ് അവർ ഓർഡർ ചെയ്യും. ഇതിൽ നിന്നുമെല്ലാം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഉത്തര കൊറിയക്കെതിരെ 3 രാജ്യങ്ങളുണ്ട് എങ്കിൽ പോലും യാതൊരു ഭയവുമില്ലാത്തവരാണ് ഉത്തര കൊറിയ. ശരി, ഇനി ഉത്തര കൊറിയയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും ഇടയിൽ എന്ത് പ്രശ്നം അതറിയാം. മാലിന്യ നിർമ്മാർജ്ജനം മുതൽ സാറ്റലൈറ്റ് ലോഞ്ചേഴ്സ്, റോക്കറ്റ് ലോഞ്ചറുകൾ, ആയുധങ്ങൾ, സഹായം, ഇങ്ങനെ എല്ലാ മേഖലകളിലും ഇവർക്ക് പ്രശ്നമുണ്ട്. ഒരു പ്രശ്നമാണെങ്കിൽ ദക്ഷിണ കൊറിയയ്ക്കും ഉത്തര കൊറിയയ്ക്കും ഇടയിൽ ഇതാണ് പ്രശ്നം എന്ന് നമുക്ക് പറയാം. എന്നാൽ എല്ലാം പ്രശ്നമായതുകൊണ്ട് ഈ 2 രാജ്യങ്ങളും ആകെ കുഴപ്പത്തിലാണ്. ഇപ്പോ ഉത്തര കൊറിയയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും ഇടയിലുണ്ടായ അവസാന പ്രശ്നം മാലിന്യ നിർമ്മാർജ്ജനമാണ്. നമ്മൾ അയൽവാസിയുടെ വീട്ടിലേക്ക്, അവരുടെ കോമ്പൗണ്ടിനുള്ളിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞാൽ തീർച്ചയായും അയൽക്കാരന് ദേഷ്യം വരിക തന്നെ ചെയ്യും. ഇതേ ദേഷ്യം തന്നെയാണ് ദക്ഷിണ കൊറിയയ്ക്കും വന്നത്. ദേഷ്യം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഉത്തര കൊറിയ നേരിട്ട് വലിയ ബലൂണുകൾ സൃഷ്ടിച്ച് അതിനുള്ളിൽ ധാരാളം മാലിന്യമിട്ട് അതിനെ പറപ്പിക്കാൻ അനുവദിക്കും. ബലൂൺ ആ കാറ്റിന്റെ ദിശയിലേക്ക് പറക്കും. ദക്ഷിണ കൊറിയയ്ക്കുള്ളിൽ ആ ബലൂൺ എത്തി എന്ന് മനസ്സിലായതും ഉത്തര കൊറിയ ആ ബലൂൺ റിലീസ് ചെയ്യും. അത് നേരെ ദക്ഷിണ കൊറിയയിൽ വന്ന് വീഴും. അങ്ങനെ വീഴുന്ന ബലൂണിൽ ഒരുപാട് നിധി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, എല്ലാം മാലിന്യ കൂമ്പാരമായിരിക്കും. ദക്ഷിണ കൊറിയ വളരെ കാലമായി പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇതൊന്നും ശരിയല്ല, മാലിന്യം തള്ളുന്നത് ഒട്ടും ശരിയല്ല എന്ന് പറയും. കടുത്ത വിമർശനങ്ങൾ നടത്തി. ദക്ഷിണ കൊറിയ വിമർശനം നടത്തിയാൽ ഉത്തര കൊറിയ എന്തായിരിക്കും ചെയ്യുക? അവർ വീണ്ടും ദക്ഷിണ കൊറിയയിൽ ഒരുപാട് നോട്ടീസുകൾ എറിയാൻ തുടങ്ങി. അതുപോലെ ദക്ഷിണ കൊറിയയും തിരിച്ചുത്തര കൊറിയയിലേക്ക് നോട്ടീസുകൾ എറിഞ്ഞാലും ഈ 2 രാജ്യങ്ങൾക്കുമിടയിൽ എന്ത് സംഭവിക്കും, എന്ത് വ്യത്യാസം എന്നുകൂടെ അറിയണ്ടേ? ഉത്തര കൊറിയയിലെ ആരെങ്കിലും ആ നോട്ടീസ് എടുത്ത് ഒന്ന് വായിച്ചാൽ അത് അടുത്ത ആളിലേക്ക് പോകില്ല. കാരണം ആര് നോട്ടീസ് നൽകി, എവിടെന്ന് വന്നു, ഇങ്ങനെയുള്ള ഒരു അന്വേഷണം അവിടെ തന്നെ നടക്കും. ഒരു വലിയ പ്രശ്നം അവിടെയാകും. പക്ഷേ ദക്ഷിണ കൊറിയയിൽ അങ്ങനെയല്ല.
അവിടെ നിരവധി നോട്ടീസുകൾ വന്നു. അത് എന്താണ് എന്ന് വായിച്ച് ആ ദക്ഷിണ കൊറിയ മുഴുവനും അത് പടരാൻ തുടങ്ങും. ഇതാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കും തമ്മിലുള്ള വ്യത്യാസം. ദക്ഷിണ കൊറിയയുടെ ഒരു വലിയ പ്രശ്നം ഉത്തര കൊറിയ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. വളരുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള ആയുധങ്ങൾ, റഷ്യയുടെ പിന്തുണയാകട്ടെ, റഷ്യയിൽ നിന്നുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റമാകട്ടെ, ഇക്കാര്യങ്ങൾ എല്ലാം ദക്ഷിണ കൊറിയയെ ഏറെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഇക്കാരണത്താൽ ദക്ഷിണ കൊറിയ അമേരിക്കയുമായി കൂടുതൽ ഐക്യപ്പെടാൻ തുടങ്ങി, ശക്തിപ്പെടാൻ തുടങ്ങി. ഇങ്ങനെ അമേരിക്കയുമായി ഒരു സഖ്യമുണ്ടായതിനു ശേഷം ദക്ഷിണ കൊറിയയിലെ ജനങ്ങൾക്ക് ദക്ഷിണ കൊറിയയോട് തന്നെ ഒരു വിശ്വാസമില്ലാതായി. ദക്ഷിണ കൊറിയയിലെ ജനങ്ങൾ ഉത്തര കൊറിയയിലേക്കായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. നിലവിലെ നേതാവായ യൂനോയുടെ ഭരണത്തിൽ ദക്ഷിണ കൊറിയയുടെ ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. അയാൾ നമ്മുടെ രാജ്യത്തെ നന്നായി നോക്കുന്നില്ല, ശത്രു രാജ്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സൈന്യത്തിനു വേണ്ടി അയാൾ അനാവശ്യമായി പണം ചിലവഴിക്കുന്നു. അമേരിക്കയുമായുള്ള കൂട്ടുകെട്ട് കാരണം നമ്മുടെ വികസനത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യുകയാണ്. ഇങ്ങനെ ദക്ഷിണ കൊറിയയിൽ യൂനോക്കെതിരെ വലിയൊരു സംഘർഷം പടർന്നിട്ടുണ്ട്. പടർന്നു കയറുന്ന ഈ ഒരു സംഘം വലുതായി. ആ സംഘത്തിലെ എല്ലാ നേതാക്കളും രാഷ്ട്രീയത്തിൽ ഉത്തര കൊറിയയുടെ സ്വാധീനത്തെക്കുറിച്ചും ദക്ഷിണ കൊറിയയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ തുടങ്ങി. ഭരണകക്ഷിയിലെ നേതാക്കൾക്ക് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഈ പ്രതിപക്ഷ പാർട്ടികൾ യൂനോയുടെ ഭരണത്തിനെതിരെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അത് പല രീതിയിൽ സംസാരിച്ചു. അഴിമതിയുണ്ടെന്ന് പറഞ്ഞു, വികസിക്കുന്നില്ല എന്ന് പറഞ്ഞു, ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും അനാവശ്യമായി യുദ്ധം ചെയ്യുന്നു എന്നൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ പല സത്യങ്ങൾ പറയാൻ തുടങ്ങി. ഒരു ഘട്ടത്തിന് ശേഷം ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റായിരുന്ന യൂനോയ്ക്ക് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. 2 ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു: നമുക്ക് പട്ടാള നിയമം നടപ്പിലാക്കാം, ആരും ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല, ആരെയും എതിർത്ത് സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവിൽ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും, അത് ഏതായാലും ദേശീയ അസംബ്ലി, ലോക്കൽ കൌൺസിൽ, രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ അസോസിയേഷൻ, റാലികൾ, പ്രകടനങ്ങൾ, ഇവയെല്ലാം നിരോധിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു ഉത്തരവായിരുന്നു പുറപ്പെടുവിച്ചത്. അങ്ങനെയാണെങ്കിൽ ദക്ഷിണ കൊറിയയിൽ രാഷ്ട്രീയം ചെയ്യരുതോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയം ചെയ്യരുത്, അതിന് ഞങ്ങൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായി, ലിബറൽ ജനാധിപത്യ വ്യവസ്ഥയെ നിഷേധിക്കുന്നതോ അട്ടിമറിക്കാൻ ശ്രമിക്കുകയോ എല്ലാ പ്രവൃത്തികളും നിരോധിച്ചിരിക്കുന്നു. തന്റെ ഭരണം ഏറ്റെടുക്കുന്നത് പോലുള്ള ലിബറൽ ജനാധിപത്യ സംവിധാനം, ഈ വ്യവസ്ഥിതികൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അവയെല്ലാം നിഷിദ്ധമാണ്. കൂടാതെ വ്യാജ വാർത്തകൾ, പൊതുജന അഭിപ്രായത്തിൽ കൃത്രിമം കാണിക്കൽ, തെറ്റായ പ്രചരണം, ഇവയെല്ലാം നിരോധിച്ചിരിക്കുന്നു. വ്യാജ വാർത്തയായാലും ഇനി ഒരു വാർത്ത വ്യാജമായി പറഞ്ഞാലും അതെല്ലാം നിഷിദ്ധമാണ്. ഇങ്ങനെ ഒരു പട്ടാള നിയമം വരുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, അത് സർക്കാരിന് എതിരായ ഒരു കാര്യമാണെങ്കിൽ അതിൽ സർക്കാരിന് ചെറിയൊരു സംശയമെങ്കിലും തോന്നിയാൽ ഉടൻ തന്നെ അവരെ അറസ്റ്റ് ചെയ്യും. അന്വേഷണമില്ല, അറസ്റ്റ് വാറന്റില്ല, ജാമ്യമില്ല, ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ നൽകുന്ന വാർത്ത വ്യാജമാണെന്ന് തോന്നിയാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യും. നിങ്ങൾ പണി മുടക്കരുത്, ജോലി തടസ്സപ്പെടുത്തൽ ചെയ്യരുത്, സാമൂഹിക അരാജകത്വത്തിന് പ്രേരിപ്പിക്കുന്ന റാലികൾ നിരോധിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങൾ പണി മുടക്കുകയോ അനാവശ്യ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യരുത്. പണിമുടക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ വിട്ടുപോയ ട്രെയിനി ഡോക്ടേഴ്സ് എല്ലാവരും, മെഡിക്കൽ ജീവനക്കാർ എല്ലാവരും 48 മണിക്കൂറിനുള്ളിൽ തിരികെ എത്തണം, ജോലിയിൽ പ്രവേശിക്കണം. ദക്ഷിണ കൊറിയയിൽ ഡോക്ടർമാർ ഇതിനകം ഒരു വലിയ പോരാട്ടത്തിലാണ്. ദീർഘകാല പോരാട്ടമാണത്. നിങ്ങൾ എന്തൊക്കെ തന്നെ ചെയ്താലും 48 മണിക്കൂറിനുള്ളിൽ ജോലിയിൽ തിരിച്ചെത്തണം. അല്ലാത്ത പക്ഷം സൈനിക നിയമപ്രകാരം ഞങ്ങൾ നിങ്ങളെ ശിക്ഷിക്കും. ദേശീയ സുരക്ഷാ നിയമപ്രകാരം ഞങ്ങൾ നിങ്ങളെ ശിക്ഷിക്കും. സാധാരണ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാം. എന്നാൽ നമ്മുടെ വ്യവസ്ഥയെ എതിർക്കുന്നവർക്ക് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാനേ സാധിക്കില്ല. മാത്രവുമല്ല, ആർട്ടിക്കിൾ 9 പ്രകാരം നിയമം ലംഘിക്കുന്നവരെ അവർ തീർച്ചയായും അറസ്റ്റ് ചെയ്യും. ഒരു അന്വേഷണവും കൂടാതെ അറസ്റ്റ് ചെയ്യും. ആർട്ടിക്കിൾ 14 പ്രകാരം അവർ ശിക്ഷിക്കപ്പെടും. ഇതാണ് അവർ നൽകുന്ന ഒരു വിവരം. ഈ വിവരം കാരണം അവിടെയുള്ള ജനങ്ങളെല്ലാം പരിഭ്രാന്തിയിലായി. പാർലമെന്റിൽ പ്രസിഡന്റ് സംസാരിക്കുന്നു. പുറത്ത് ആളുകളെല്ലാം വലിയ പ്രതിഷേധം നടത്തി. സൈന്യത്തെ മുഴുവനും അവിടെ അണിനിരത്തി. മൊത്തത്തിൽ ദക്ഷിണ കൊറിയയിൽ വലിയൊരു പരിഭ്രാന്തി ഉണ്ടായി. ഇതിന് പ്രസിഡന്റ് നൽകുന്ന ഒരു എക്സ്പ്ലനേഷൻ, ഉത്തര കൊറിയയെ പിന്തുണയ്ക്കുന്ന പലരും ദക്ഷിണ കൊറിയയുടെ ഒരു ഭാഗമായി മാറി എന്നാണ്. പ്രതിപക്ഷ പാർട്ടികൾ
ഉത്തര കൊറിയയുടെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷ നേതാക്കൾ. ഇതിന് ഇദ്ദേഹം നൽകിയ ഒരു വിശദീകരണം, ദക്ഷിണ കൊറിയയുടെ ഒരുപാട് പേർ ഉത്തര കൊറിയയെ പിന്തുണയ്ക്കുന്നവരായി മാറി. ഒരുപാട് പ്രതിപക്ഷ നേതാക്കൾ, പാർട്ടികൾ, ദക്ഷിണ കൊറിയയുടെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് പ്രതിപക്ഷ നേതാക്കൾ ഉത്തര കൊറിയയിൽ നിന്നും കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട്. കിമ്മിന്റെ സ്വാധീനം ഉപയോഗിച്ചാണ് അവർ ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നാണ് ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് പറയുന്നത്. അതുകൊണ്ട് ഞാനിവിടെ പട്ടാള നിയമം നടപ്പിലാക്കുന്നു. മാത്രവുമല്ല, കൂടാതെ അദ്ദേഹം കൂട്ടിച്ചേർത്തത്, യാതൊരു കാരണം കൊണ്ടും എനിക്കിതിൽ യാതൊരു മാറ്റവും വരുത്താനാകില്ല. എന്നിരുന്നാലും ദക്ഷിണ കൊറിയ പാർലമെന്റിൽ ഇതങ്ങനെ ഉടനടി നടപ്പിലാക്കാനാകില്ല. പെട്ടെന്ന് തന്നെ വോട്ടെടുപ്പ് നടത്തണം. ഏകദേശം 100 നിയമ നിർമ്മാതാക്കൾ ഉണ്ട്. പകുതിയിലധികം വരുന്നവർ ഇതിനെ പിന്തുണച്ചാൽ പട്ടാള നിയമം നടപ്പിലാക്കും. അവർ അതിനെ എതിർക്കുകയാണെങ്കിൽ സൈനിക നിയമം ഉടനെ റദ്ദാക്കണം. ഉടൻ തന്നെ അതിന്റെ വോട്ടെടുപ്പ് നടത്തും. 100ൽ 190 പേരും പട്ടാള നിയമത്തിന് എതിരെ വോട്ട് ചെയ്തു. അപ്പോൾ നിയമമനുസരിച്ച് യോനോ ചെയ്യേണ്ടത് ഈ സൈനിക നിയമം ഉടൻ തന്നെ നിരസിക്കേണ്ടതാണ്. ദക്ഷിണ കൊറിയ പഴയ രീതിയിലേക്ക് മടങ്ങുകയും ചെയ്യണം. പക്ഷെ യോനോ അവിടെ ചെയ്തത് അങ്ങനെ ഒന്നും അല്ല. ഞാൻ പാർലമെന്റിനെ മുഴുവനും നശിപ്പിക്കും. ഇവിടെ പട്ടാള നിയമം തന്നെ നടപ്പിലാക്കണം. ഉടൻ തന്നെ സൈന്യം എല്ലാ നിയന്ത്രണവും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് സൈന്യത്തിന് ഒരു ഉത്തരവ് നൽകി. നിയമപ്രകാരം പാർലമെന്റിൽ 190 വോട്ടുകൾ ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാക്കൾ സൈന്യത്തോട് പറഞ്ഞു. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജോലിയിലേക്ക് പോവുക. നിങ്ങൾ നിങ്ങളുടെ സൈന്യത്തിന്റെ ജോലിയിലേക്ക് പോവുക. പട്ടാള നിയമം ഇവിടെ നടപ്പിലാക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സൈന്യം അത് നിഷേധിച്ചു. ഇല്ല, ഞങ്ങളുടെ നേതാവ് പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറയുന്നിടത്തോളം കാലം ഇവിടെ പട്ടാള നിയമം തന്നെ ആയിരിക്കും. ഇതാണ് ദക്ഷിണ കൊറിയയിലെ ഇപ്പോഴത്തെ പ്രശ്നം. അതിനാൽ ഈ പ്രശ്നത്തിൽ അടുത്തതായി എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ദക്ഷിണ കൊറിയയിൽ ഇപ്പോൾ സംഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളെക്കുറിച്ചും വളരെ ചുരുക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.